എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ജൂനിയർ ജിറയ മാമനും ഹൊക്കാഗെ ആൻറ്റിയും ഒറോച്ചിമാറും അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആക്ച്വലി നമ്മുടെ ആൾക്കാർ ഇപ്പോൾ അവരുടെ അക്കാദമിയിൽ ഒരു ഡ്രാമയൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ്. അവരാണെങ്കിൽ കാര്യമായിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഡയലോഗൊക്കെ പറയാണ്. ജിറയ മാമനും ഹൊക്കാഗെ ആൻറ്റിയും അവർ രണ്ടുപേരും ചേർന്ന് ജൂനിയർ ഒറോച്ചിമാറുവെ ഡയലോഗൊക്കെ പറഞ്ഞ് മിരട്ടി ഓടിക്കുകയാണ്. ഇവിടെ ഹൊക്കാഗെ ആൻറ്റിയുടെ ആ ഒരു സമറിൻ ആനിമലായി മാറിയത് അത് മറ്റാരുമല്ല ഷാൽ കൊവാക്കിക്കാണെങ്കിൽ അങ്ങനെ വേഷമൊക്കെ ധരിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് അല്ല. ആകെ മൂഡ് ഔട്ടായി തല താഴ്ത്തി അങ്ങനെ നിൽക്കുകയാണ്. റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഹൊക്കാഗെ ആൻറ്റിയുടെ റിയൽ ഫേസ് പുറത്തേക്ക് വരും. ഹൊക്കാഗെ ആൻറ്റി ആയിട്ട് അഭിനയിച്ചത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ പ്രിൻസസ് ആണ്. പ്രിൻസസിന് വേണ്ടിയാണ് അവൻ ഒട്ടും താല്പര്യം ഇല്ലാഞ്ഞിട്ടും അത് ചെയ്തത്. അവളാണെങ്കിൽ ഇപ്പൊ കൊവാക്കിയോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് ഇതൊന്നും അത്ര ഇഷ്ടമല്ല എന്ന്, പക്ഷേ എന്നോടുള്ള ഒരു സ്പെഷ്യൽ ഇഷ്ടം കൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെ ചെയ്തത്. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയും. നാളെ തീർച്ചയായിട്ടും ഇതിലും അടിപൊളിയായി നമുക്ക് ട്രെയിനിങ് എടുക്കണം. അതേസമയം ഒറോച്ചിമാറുമായിട്ട് വേഷം ധരിച്ചത് മറ്റാരുമല്ല, ആ പിങ്ക് പെണ്ണാണ്. അവൾ ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല ഈ വേഷമൊക്കെ ധരിക്കാൻ, ഒറോച്ചിമാറു ആവാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കും. അങ്ങനെ ട്രെയിനിങ്ങും പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് അവർ പുറത്തേക്ക് വരികയാണ്. പ്രിൻസസ് ആണെങ്കിൽ കൊവാക്കിയോട് നാളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കടന്നു പോകും. ഉടനെ ഒരു സെക്യൂരിറ്റി ഗാർഡ് കൊവാക്കിയുടെ അടുത്തേക്ക് വരും. അവരാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നെക്സ്റ്റ് ഡേ പ്രാക്ടീസ് ആണെങ്കിൽ വീണ്ടും മുൻപോട്ടേക്ക് പോകും. കവാക്കി സമറിൻ ആനിമലിന്റെ വേഷമൊക്കെ ധരിച്ച് അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും ഇത്തവണ ഒരു ഫേക്ക് ഹെഡ് ബാൻഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവരുടെ തലയിൽ അണിയും. പ്രിൻസസ് ആണെങ്കിൽ ആ കാര്യം മറന്ന് അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഉടനെ കവാക്കി ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന റിയൽ ഹെഡ് ബാൻഡ് എടുത്ത് അവൾക്ക് നേരെ നീട്ടുകയാണ്. അടുത്ത നിമിഷം നമ്മുടെ ഹീമാവരി അവൾ നൈസായി അവന്റെ കൈ പിടിച്ച് താഴ്ത്തും. കൊവാക്കി, നീ എന്തായി ചെയ്യണേ? ഇത് റിയൽ ഹെഡ് ബാൻഡ് ആണ്. ഇത് കണ്ട തീർച്ചയായിട്ടും അവർ തിരിച്ചറിയും നീ ഒരു ഗനിയനാണെന്ന്. നീ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡന്റ് അല്ല എന്നും എന്തോ മോട്ടീവിന് വേണ്ടിയാണ് നീ ഇവിടെ എത്തിയതെന്നും അവർ മനസ്സിലാക്കുമെന്ന് പറയും. അപ്പോഴായിരിക്കും കൊവാക്കിക്കും അവൻ ചെയ്ത മണ്ടത്തരം എന്താണെന്ന് മനസ്സിലാവുക. അവനാണെങ്കിൽ നൈസായിട്ട് ചുറ്റും നോക്കും, ആരെങ്കിലും അവന്റെ ബാൻഡ് ശ്രദ്ധിച്ചു എന്നറിയാം. പക്ഷെ ആരും തന്നെ ശ്രദ്ധിച്ചായിട്ട് അവന് ഫീൽ ചെയ്യില്ല. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ആ ചെമ്പമുടിയനെ കാണിക്കും. അവൻ ഓൾറെഡി കവാക്കിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബാൻഡ് ശ്രദ്ധിച്ചിരുന്നു. അവനാണെങ്കിൽ പ്രാക്ടീസിന് ശേഷം ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടിയോട് ആ കാര്യം പറയാണ്. അതെ, ഞാൻ കണ്ടതാണ്, അവന്റെ കയ്യിൽ റിയൽ ഹെഡ് ബാൻഡ് ഉണ്ട്. അവൻ ശരിക്കും നമ്മളെപ്പോലെ ഒരു സ്റ്റുഡൻ്റ് അല്ല, അവനൊരു ഗനിയനാണ്. മറ്റെന്തോ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാണ് അവൻ അക്കാദമിയിലേക്ക് വന്നത്. അതിന് എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്, ഇതെനിക്ക് കിട്ടിയ ഒരു ലെറ്റർ ആണെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ അതവൻ അവളുടെ കയ്യിൽ ഏൽപ്പിക്കും. പക്ഷെ അവളാണെങ്കിൽ ആ ലെറ്റർ വായിച്ച് അവനോട് തീർത്ത് പറയും, എന്നെക്കൊണ്ട് ഒരിക്കലും ഈ ഒരു ലെറ്റർ പ്രകാരം ഇത് ചെയ്യാനായിട്ട് കഴിയില്ല. റിയൽ ഹെഡ് ബാൻഡ് അത് നീ എനിക്ക് കാണിച്ചു തരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സീക്രട്ട് അത് ഞാൻ എല്ലാവരും അറിയിക്കുമെന്ന് പറയും. അതിന് ചെമ്പമുടിയൻ അവൾക്ക് പ്രോമിസ് ചെയ്യും, തീർച്ചയായിട്ടും ആ ഹെഡ് ബാൻഡ് ഞാൻ നിനക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ കടന്നു പോവാണ്. ഇവിടെ നമ്മുടെ പ്രിൻസസ് അവളാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് മാറി നിൽക്കുകയാണ്. കവാക്കി ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് വന്ന് കാര്യം അന്വേഷിക്കും. അതിന് അവള് പറയും, ഒറോച്ചിമാറുവിനെ പോലെ എനിക്കും നല്ല ഫ്രണ്ട്സ് ഇല്ല, ഞാനും ശരിക്കും ഒറ്റപ്പെട്ട് തന്നെയാണ് ഇവിടെ. അത് കേട്ട് അവൻ ചിരിക്കും. അവൻ അവൾക്ക് പ്രോമിസ് ചെയ്യും, തീർച്ചയായിട്ടും ഇന്നു മുതൽ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. അത് കേട്ട് സന്തോഷത്തിൽ പ്രിൻസസ് ആണെങ്കിൽ വീണ്ടും ട്രെയിനിങ് എടുക്കാനായിട്ട് കടന്നു പോകും. അടുത്ത നിമിഷം കൊവാക്കി അവനങ്ങനെ ടെററായിട്ട് ടേൺ ചെയ്ത് ആ ചെമ്പമുടിയനെ വിളിക്കുകയാണ്. എനിക്കറിയാം നീ അവിടെ മറഞ്ഞു നിൽക്കുകയാണെന്ന്, നിന്റെ ഉദ്ദേശം അതെന്താണെങ്കിലും നടക്കാൻ പോകുന്നില്ല. നീ എനിക്കെതിരായിട്ട് വന്ന തീർച്ചയായിട്ടും എൻ്റെ പവർ എന്താണെന്ന് നീ അറിയുമെന്ന് പറഞ്ഞ് കൊവാക്കി അവിടെ നിന്ന് കടന്നു പോകും. അത് കേട്ട് പല്ല് കടിച്ച് ചെമ്പമുടിയൻ അവൻ ദേഷ്യപ്പെട്ട് നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ സ്റ്റേജിൽ ട്രെയിനിങ് എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. ഹിമാവരി ആണെങ്കിൽ ആ കാര്യം കൊവാക്കിയോട് പറഞ്ഞ് അവർ രണ്ടുപേരും ഇത് ലക്ഷ്യമാക്കി കടന്നു വരും. അടുത്ത നിമിഷം ആ കുഞ്ഞിപ്പെണ്ണ് അവൾ കൊവാക്കിയുടെ അടുത്തേക്ക് ചാടി വീണ് അവനോട് ക്യാഷ്വലായിട്ട് ചോദിക്കും, കൊവാക്കി, നിന്റെ കയ്യിൽ റിയൽ ഹെഡ് ബാൻഡ് ഉണ്ടോ? നീ ശരിക്കും ഒരു റിയൽ ഗനിയനാണോ? നീ എന്തെങ്കിലും മിഷനായിട്ട് ബന്ധപ്പെട്ടാണോ ഇവിടേക്ക് വന്നേ? ആ ചോദ്യം കേട്ട് ഇപ്പൊ കൊവാക്കിയും ഹീമാവരിയും അവർ രണ്ടുപേരും ഒരു സെക്കൻഡ് ഫ്രീസായി പോകും. ഉടനെ ഹീമാവരി ആണെങ്കിൽ അതിന് മറുപടി പറയാൻ സമ്മതിക്കാതെ കൊവാക്കിയായിട്ട് അവിടുന്ന് കടന്നു പോകും. ഇവിടെ സ്റ്റുഡൻസ് ആണെങ്കിൽ ആ കണ്ണാടി പെണ്ണ് സെറ്റ് ചെയ്ത സ്റ്റേജ് കണ്ട് ഇംപ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ടീച്ചർ ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ നന്നായിട്ട് ട്രെയിൻ ചെയ്യണം, പക്ഷെ ആർക്കും തന്നെ ട്രെയിനിങ്ങിനിടയിൽ അപകടമൊന്നും സംഭവിക്കാൻ പാടില്ല, വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പോയി പെട്ടെന്ന് തന്നെ തിരികെ എത്താം. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ
ഇപ്പോൾ അവരുടെ പ്രാക്ടീസ് അത് സ്റ്റാർട്ട് ചെയ്യാണ്. പ്രാക്ടീസ് അങ്ങനെ വേറെ ലെവലിലേക്ക് പോയി. മറിൻ ആനിമൽസ് തമ്മിലുള്ള ഫൈറ്റ് അത് സ്റ്റാർട്ട് ചെയ്യാണ്. ദൂരത്തായിട്ട് ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ പ്രാക്ടീസ് നടക്കുന്നതിന്റെ ഫോട്ടോസ് അത് അച്ചറം പൊച്ചറം ആഞ്ഞടിക്കും. ആ ചെമ്പമുടിയനാണെങ്കിൽ ഒരു സമ്മറിൻ ആനിമലായി സ്വിച്ച് ചെയ്ത് ഇപ്പൊ കൊവാക്കി അറ്റാക്ക് ചെയ്യും. അവനാണെങ്കിൽ നൈസായിട്ട് കൊവാക്കിയെ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ കൊവാക്കി തെറിച്ചു വീഴും. കയ്യിലുണ്ടായിരുന്ന ആ റിയൽ ഹെഡ് ബാൻഡ് അതങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഇവിടെ ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ റെഡിയായിട്ട് നിൽക്കും. കൊവാക്കിയാണെങ്കിൽ ഞൊട്ടിയിടയിൽ ആ ബാൻഡ് കവർ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ചെമ്പമുടിയാണെങ്കിൽ അവനെ തടയാൻ ശ്രമിക്കുകയാണ്. ചെമ്പമുടിയനാണെങ്കിൽ അവന്റെ ഫ്രണ്ടിന്റെ സഹായത്താൽ ഇപ്പൊ കവാക്കിയെ തള്ളി മാറ്റി ആ ബാൻഡ് കയ്യിലെടുക്കുകയാണ്. പക്ഷെ എന്താ, അടുത്ത നിമിഷം അവൻ നിന്ന് ആ ഒരു ഭാഗം അത് തകരാനായിട്ട് തുടങ്ങുകയാണ്. അവനാണെങ്കിൽ ഹായ് ആയിട്ട് ആ ഒരു ബാൻഡ് അതെല്ലാവരെയും കാണിക്കാൻ ശ്രമിക്കും. പക്ഷേ വലിയ പില്ലറിടിഞ്ഞ് അവിടേക്ക് വീഴാനായിട്ട് തുടങ്ങുകയാണ്. കൊവാക്കിയാണെങ്കിൽ ചാടി വന്ന് ഇപ്പോ അവന്റെ കയ്യിലുള്ള ആ ഹെഡ് ബാൻഡ് ആണെങ്കിൽ പിടിച്ചു വാങ്ങി ബാക്കിയുണ്ടായിരുന്നവരെ എല്ലാവരെയും സേവ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. ചുറ്റുമുള്ളവർക്കും ആണെങ്കിൽ അവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതും പറയുന്നതും എല്ലാം തന്നെ. അവരാണെങ്കിൽ എല്ലാവരോടും ചോദിക്കും, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ? അതിനെല്ലാവരും ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഓക്കെ ആണെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ചെമ്പമുടിയൻ അവനാണെങ്കിൽ അവന്റെ കയ്യിൽ കിട്ടിയ ഒരു ഹെഡ് ബാൻഡ് അത് ആ പെൺകുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവളാണെങ്കിൽ ആ ഹെഡ് ബാൻഡ് കണ്ട് വണ്ടർ അടിക്കും. നിനക്കെന്താ വട്ടുണ്ടോ? ഇത് സാധാരണ നോർമൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹെഡ് ബാൻഡ് ആണ്, ഇത് റിയൽ ഹെഡ് ബാൻഡ് അല്ല. അത് കേട്ട് അവൻ വണ്ടർ അടിച്ച് അതിലേക്കൊന്ന് നോക്കും. ഇവിടെ കൊവാക്കിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇപ്പൊ അവനോട് ചോദിക്കും, സത്യത്തിൽ നീ എന്ത് തെളിയിക്കാനാ ശ്രമിച്ചേ? അതിനവൻ പറയും, നീ ഒരു കെനിയനാണ്, നിന്റെ കയ്യിലുണ്ടായിരുന്ന റിയൽ ഹെഡ് ബാൻഡ് അത് ഞാൻ കണ്ടതാണ്, മര്യാദയ്ക്ക് അത് എൻ്റെ കയ്യിൽ താ, അല്ലെങ്കിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്ക്. അതിന് കൊവാക്കിയാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വന്ന് പറയും, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ആദ്യം നീ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് നീ ഒന്ന് വ്യക്തമായി നോക്ക്. പിന്നെ അവനാണെങ്കിൽ ചുറ്റും നോക്കും. ആ സ്റ്റേജ് മുഴുവൻ അവൻ തകർത്തിട്ടിരിക്കുകയാണ്. എല്ലാവരും ഒരുപാട് വിഷമത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് സ്റ്റേജ് എത്ര അടിപൊളിയായി ക്രിയേറ്റ് ചെയ്ത കണ്ണാടി പെണ്ണ്. കാരണം അവളുടെ ഒരുപാട് ദിവസത്തെ അധ്വാനമാണ് ഒറ്റ നിമിഷം കൊണ്ട് അവൻ ഇല്ലാതാക്കിയത്. ചെമ്പമുടിയനാണെങ്കിൽ എന്തു പറയണമെന്നറിയില്ല. ഒരുപാട് വിഷമത്തിൽ ദുഃഖഭാരത്താൽ അവൻ കവാക്കിയുടെ കാലിൽ വീഴും. ആ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. എത്ര സോറി പറഞ്ഞാലും ഇതിന് മതിയാവില്ല. ചെയ്ത് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവനിപ്പോൾ എല്ലാവരോടും മാപ്പ് ചോദിക്കും. ഉടനെ ഹീമാവരിയും പ്രിൻസസും അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പോൾ അവനെ ആശ്വസിപ്പിക്കുകയാണ്. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇത് പഴയതുപോലെ ബിൽഡ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് അത് ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ കൊവാക്കിയാണെങ്കിൽ അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന റിയൽ ബാൻഡ് അത് പതിയെ എടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതാണെങ്കിൽ അവന്റെ പോക്കറ്റിൽ കാണാനില്ല. അതെവിടെ നഷ്ടപ്പെട്ടു ചിന്തിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആവും. ഹേമാവരിയും കൊവാക്കിയും അവരാണെങ്കിൽ ആ സ്റ്റേജ് മുഴുവൻ അരിച്ചു പെറുക്കുകയാണ്. അവർക്ക് ആ ഒരു ബാൻഡ് എവിടെയും തന്നെ കണ്ടെത്താനാവില്ല. അടുത്ത നിമിഷം ആ പിങ്കിപ്പെണ്ണ് അവരുടെ അടുത്തേക്ക് വരും. നിങ്ങൾ അന്വേഷിക്കുന്നത് ഈ ഹെഡ് ബാൻഡ് അല്ലേ? അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടും. അവള് പറയും, ആക്ച്വലി കൊവാക്കി തിരികെ എടുത്തത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഹെഡ് ബാൻഡാണ്. ഈ റിയൽ ഹെഡ് ബാൻഡ് അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഒരു ജിപ്സ് ഉപയോഗിച്ച് ഞാനത് ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചു. ഈ ഒരു ഷിനോബി ആണെന്നും എന്തോ ഒരു മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ അക്കാദമിയിലേക്ക് വന്നതെന്നും എനിക്കറിയാം. അത് ചെമ്പൻ മുടിയിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും ഷെയർ ചെയ്യില്ല. ഓൾറെഡി ആ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചത് നീയാണെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കടന്നു പോകും. നമ്മുടെ ആൾക്കാർ രണ്ടുപേരും അത് കിട്ടിയ സന്തോഷത്തിൽ പുറത്തേക്ക് വരികയാണ്. ഇതിനെ ചെമ്പമുടിയനാണെങ്കിൽ വീണ്ടും ഇപ്പൊ കൊവാക്കിയുടെ അടുത്തേക്ക് വന്ന് അവനോട് സോറി പറയും. അവനാണെങ്കിൽ ഇപ്പൊ അവന് കിട്ടിയ ലെറ്റർ അത് കൊവാക്കിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങളൊരു ഷിനോബി ആണെന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയ ലെറ്ററാണിത്. ആരോ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്, അക്കാദമിയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാനാണ് അവരുടെ ശ്രമം എന്ന് പറഞ്ഞ് അവൻ കടന്നു പോകും. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഡബിൾ ഷോക്ക്. കട്ട് ചെയ്ത ഇപ്പൊ 2 ഓഫീസേഴ്സിനെ കാണിക്കും. അവരുടെ പ്ലാൻ എങ്ങനെയെങ്കിലും പ്രിൻസസിനെ കൊല്ലുക എന്നതാണ്. അതേസമയം ഇവിടെ പ്രിൻസസ് അവൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ പ്രധാനത്തിൽ അങ്ങനെ ഉറങ്ങുകയാണ്. അടുത്ത നിമിഷം കത്തിയായിട്ട് ഒരാള് ഇപ്പൊ അവൾക്ക് നേരെ പാഞ്ഞു വരികയാണ്. അവൻ അവളെ കുത്താനായിട്ട് അടുത്തെത്തണ താമസം നമ്മുടെ കൊവാക്കി അവൻ ചാടി വീണ് അവൻ ആഞ്ഞു വെട്ടും. അവനാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് പേടിച്ച് ജനലിലൂടെ ചാടി ഓടും. ഇവിടെ പ്രിൻസസ് അവൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ അങ്ങനെ കിടക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.